ഓഡിയോ റിലീസാക്കണം എന്ന് തോന്നിയത് ഇത് സൗണ്ടിന് ഈ സിനിമയ്ക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് സിനിമ കൺസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൗണ്ടിന് ആദ്യം ശബ്ദത്തിൻ്റെ സൗണ്ട് സ്കേപ്പ് എന്ന് നമ്മൾ പറയില്ലേ, ഇൻക്ലൂഡിങ് മ്യൂസിക്, സൗണ്ട് ഡിസൈൻ, എല്ലാത്തിനും ഈ സിനിമയുടെ ഇനി വരാൻ പോകുന്ന സിനിമയ്ക്ക് ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ് റസൂലിൻ്റെ ഐഡിയ ആയിരുന്നു അത് നമുക്കങ്ങനെ ഒരെണ്ണം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ഒരു സൗണ്ട് ട്രെയിലർ, പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു അറ്റൻഷൻ കൂടി കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പാട്ട് ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സാറിനോട് ചോദിച്ചത് ഇത് സാറിന് തന്നെ പാടിയാൽ പോരെ എന്നാണ്. കാരണം അത്രയും സോളോട് കൂടിയാണ് സാർ എനിക്കത് പാടിയതിൻ്റെ ഡമ്മി അയച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും ആത്മാർത്ഥത ആ പാട്ടിനോട് കാണിക്കാൻ പറ്റിയെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ കാണുക. ജനുവരിയിൽ റിലീസാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. എന്നോട് പറഞ്ഞിരുന്നു 2 ലൈൻ ഈ പാട്ട് പാടണം എന്നുള്ളത്. അപ്പോൾ ചെപ്പിലടച്ചൊരു മുത്തുപോലെ, ദർശകൻ കാക്കുന്ന രത്നം പോലെ, നാട്ടരാജന്റെ അറപ്പുരയിൽ പാർക്കും മുകിലെത്തി തമ്പാട്ടി. മിന്നലല്ല, വള്ളിയല്ല, മാരിവില്ലല്ല, മാമ്പൂവല്ല, ദേവിയെ ഓർത്ത് കിടന്ന പെണ്ണിൻ നേരിടുപ്പിൽ കൊതി തീ പെരുത്ത്. താങ്ക് യു. Hello, Namaskaram. Thank you for inviting me. It's an honor to be here. ഇതിൻ്റെ ഈ സിനിമയുടെ ഡയറക്ടർ സജീദ് ഒരു ഡിയർ ഫ്രണ്ടാണ്. സോ ആക്ച്വലി എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് അറിയാണ്ടാണ് ഞാൻ വന്നത്. സജീദ് ഇൻവൈറ്റ് ചെയ്തു, വന്നു. ഓഡിയോ ടീസർ ലോഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് വാസ് വെരി ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. എന്താണ് സംഭവം എന്ന് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് സച്ച് എ ബ്രില്യൻറ്റ് എക്സ്പീരിയൻസ്. Kudos to the team for putting up this together, and I wish all the best for this film. This cinema already it's won a few awards, alle. It's traveled across the world and won a few awards, and I hope that it gets a great reception here as well in January when you release the film. Good luck to the team. I'm happy to be here. Thank you. ഒരു ചിത്രം പത്ര അവാർഡുകൾ നേടുന്നു. അപ്പം സൗണ്ടിന് ഒരുപാട് പ്രാധാന്യമുണ്ടോ? എന്ത് ഡിഫറൻസ് ആണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്? സൗണ്ടിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു ഓഡിയോ ട്രെയിലർ പ്ലാൻ ചെയ്തത്. സൗണ്ടിന് പ്രാധാന്യമുണ്ടെന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ്, ഇതൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഐഡിയ അല്ല. പൊതുവേ നമ്മൾ കേൾക്കുമ്പോൾ നോർമൽ ത്രില്ലർ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഐഡിയ അല്ല. ബട്ട് അത് കൺസീവ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ അപ്രോച്ച് എല്ലാം നമ്മൾക്ക് അത്ര പരിചിതമല്ലാത്തതാണ്. ഒരു 17th സെഞ്ച്വറിയിലെ ഒരു ഫോക്ലോറിൽ നിന്നിട്ട് ഇപ്പോഴത്തെ ഒരു യൂറോപ്പിൽ ഉള്ള ഒരു പാരാനോർമൽ സ്റ്റഡീസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റിലെത്തി നിൽക്കുകയും അങ്ങനെയൊക്കെയുള്ളൊരു ട്രാവലുള്ളൊരു മൂവിയാണ്. ആൻഡ് ഇറ്റ് ഹാസ് ദാറ്റ് എസ്തെറ്റിക്സ്, ഒരു ആർട്ട് വർക്കിൻ്റെ എസ്തെറ്റിക്സ് ഉണ്ട്. ഒരു ലോക കല എന്ന് പറയുന്ന ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു എസ്തെറ്റിക്സ് മൂവിയിൽ ഉള്ളതായിട്ട് ഞാൻ ചെയ്തപ്പോൾ ഫീൽ ചെയ്തു. അതാണ് അതിൻ്റെ പ്രത്യേകത. ആദ്യമായിട്ടല്ല എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും അദ്ദേഹം ഒരു വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ ക്രിയേറ്റീവാണ് സംസാരത്തിലും. നമ്മൾ അതിനു മുമ്പും പൊത്തേമാരി പോലുള്ള സിനിമയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സിനിമ മാത്രമല്ല, ഈസ് കൈൻഡ് ഓഫ് എല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെ സോഷ്യലി പൊളിറ്റിക്കലൊക്കെ വെൽ അവെയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള സംസാരത്തിലൊക്കെ പോകുന്നൊരു ആളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്റെ സൗണ്ടിനെ കുറിച്ചാണ്. കാരണം ഒരു തിയേറ്ററിൽ പോയി ഇരിക്കാൻ പറ്റുന്നില്ല, അതായത് ചെവി അടിച്ചു പോകുന്ന പോലെയുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പം ഇതേപോലൊരു ചിത്രം ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചായിരുന്നു? ഉറപ്പായിട്ടും ശ്രദ്ധിച്ചു. അല്ലെ, ആ സിനിമയെ കുറിച്ച് റസൂല് തന്നെ അഭിപ്രായപ്പെട്ടതായിട്ടാണ് ഞാൻ ഇടയ്ക്ക് കണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ എല്ലാ ഗ്രാമറും അറിയാവുന്ന ഒരാളാണ്. ഉറപ്പായിട്ടും അത് നമ്മളൊരു ഡിസ്റ്റോർട്ടിങ് ലെവലിലേക്കൊന്നും സൗണ്ടിനെ അത് ഒരിക്കലും കൊണ്ടുപോകില്ല.